രംഗ് മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. എൻ്റെ സ്നേഹവന്ദനം. ഞാൻ OK ശൈലജ. കോഴിക്കോട് ജില്ലയിലെ കല്ലാച്ചി വിഷ്ണുമംഗലാണ് എൻ്റെ വീട്. ഭർത്താവും 3 മക്കളും. ഭർത്താവ് കുറേ കാലം വിദേശത്തായിരുന്നു, ഇപ്പോൾ നാട്ടിലാണുള്ളത്. 3 മക്കളിൽ രണ്ടാമത്തെ മകൻ ഞങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് 12 വർഷമായി. മൂത്ത മകനും ഭാര്യയും ഒരു കുഞ്ഞുമുണ്ട്. മകള തിരൂരാണ് വിവാഹം കഴിച്ചത്. അവൾ അവിടെ ടീച്ചറായി വർക്ക് ചെയ്യുന്നു. ഞാൻ റിട്ടയർഡ് അധ്യാപികയാണ്. സേവനകാലം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അനാരോഗ്യം കാരണം 2013 VRS എടുത്തതാണ്. പിന്നെ എഴുത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു പാരമ്പര്യമൊന്നും എനിക്കില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ വിട്ടുപോയതുകൊണ്ട് അമ്മയാണ് ഞങ്ങളെ വളർത്തിയത്. ഒരു സഹോദരിയാണുള്ളത്. പിന്നെ ചെറിയ പ്രായം തൊട്ട് തന്നെ, ചെറിയ ക്ലാസ് മുതൽ കോളേജ് തലം വരെ ഡാൻസിനായിരുന്നു കമ്പം. വായന വളരെ ഇഷ്ടമായിരുന്നു. എൻ്റെ വീടിനടുത്തുള്ള വീട്ടിൽ പോയിട്ട് പത്രങ്ങളും ആഴ്ചപ്പതിപ്പുകളും അവിടെ അവർ കൊണ്ടുവരുന്ന ലൈബ്രറിയും ഞാൻ വായിക്കുമായിരുന്നു. പിന്നെ ചെറിയ പ്രായം തൊട്ട് തന്നെ എനിക്ക് കണ്ണിന് പ്രയാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വായനയ്ക്ക് അമ്മ പ്രോത്സാഹനം തന്നിരുന്നില്ല. അമ്മ കാണാതെയാണ് ഞാൻ വായിക്കുക. എന്തോന്നറിയില്ല, ഒരു പുസ്തകം കിട്ടിയാൽ അതപ്പോൾ തന്നെ എനിക്ക് മുഴുവനും വായിച്ച് തീർക്കണം. അപ്പോൾ ധൃതിയിലൊരു വായന എപ്പോഴും ഉണ്ടാവുക. ഇരുന്ന് വായിക്കാനൊന്നും പറ്റാറില്ലായിരുന്നു. അമ്മയെ കാണാതെയാണ് വായിക്കുക. കാരണം വായിച്ചു കഴിഞ്ഞാൽ നല്ല കണ്ണ് വേദനയാണ്. പിന്നെ വിവാഹം കഴിഞ്ഞു, കുട്ടികളും ജോലിയും അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളിൽപ്പെട്ട് വായനയൊക്കെ നിന്നു. അപ്പോഴും സ്കൂളിൽ വെച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ചൊക്കെ എഴുതുമായിരുന്നു, കവിതകളും കഥകളും. എന്നാൽ തന്നെ അതൊരു പുറത്തേക്കൊന്നും പ്രസിദ്ധീകരണത്തിനോ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ആ സമയത്തും എൻ്റെ സഹപ്രവർത്തകർ പറയുമായിരുന്നു, ടീച്ചർക്ക് സാഹിത്യവാസനയുണ്ട്, നന്നായിട്ട് വിചാരിച്ചാൽ എഴുതാൻ കഴിയുമെന്നൊക്കെ. പക്ഷെ അതൊന്നും അന്ന് താല്പര്യം എടുത്തിരുന്നില്ല. പിന്നെ 2013 എനിക്കൊരു വീഴ്ചയുണ്ടായതിനെ തുടർന്ന് ഞാൻ കിടപ്പിലായി. അത് ആ വിഷമം 2018 വരെ തുടർന്നു. പിന്നീട് മെല്ലെ ഞാൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അങ്ങനെ 2020 നമ്മുടെ മഹാമാരി കോവിഡ് വന്നതിന് ശേഷം എല്ലാവരും ഓൺലൈനിലായി. ആ സമയത്താണ് എനിക്കും എല്ലാവരുമായിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയുന്നത്. കാരണം അതുവരെ ഞാൻ എൻ്റെ മുറിക്കുള്ളിൽ മാത്രം ഒതുങ്ങിയിരുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പം ആരെയും കാണുന്നില്ല, ആരോടും സംസാരിക്കുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അപ്പം കോവിഡിൻ്റെ സമയത്ത് എല്ലാവരും ഓൺലൈനിലായപ്പോൾ അവരോടൊക്കെ സംവദിക്കാൻ എനിക്കും കഴിഞ്ഞു. അങ്ങനെ കോവിഡിനെക്കുറിച്ച് കുറച്ച് വരികൾ എഴുതി ഞാൻ എൻ്റെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഫോർവേഡ് ചെയ്തപ്പോൾ അത് കണ്ട് എൻ്റെ സുഹൃത്തുക്കളും മിത്രങ്ങളും എൻ്റെ വിദ്യാർത്ഥികളും ഒരുപാട് എന്നെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ എഴുത്തിൻ്റെ വഴിയിലേക്ക് വന്നത്. പിന്നീട് ഒരുപാട് പേർ എന്നെ പ്രോത്സാഹനം തന്ന് എൻ്റെ സ്വന്തം മക്കളെപ്പോലെ, എന്നെ സ്വന്തം അമ്മയെപ്പോലെ കരുതി എനിക്ക് വേണ്ടത്ര പ്രോത്സാഹനം തന്നിട്ടുണ്ട്. അതിലേറ്റവും എന്താ പറയണ്ടേ, പ്രഥമ സ്ഥാനം സിജി രാഘവൻ ചോമ്പാല എന്ന് പറയുന്ന ഒരു മകനാണ്. അവൻ്റെ ഒരേ ഒരു പ്രചോദനവും പ്രോത്സാഹനം തന്നെയാണ് ഞാൻ എഴുത്തിലേക്ക് വരാനുണ്ടായ പ്രധാന കാരണം. ഇപ്പോഴും ഞാൻ ആ എഴുത്തിൻ്റെ വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ശാരീരികമായും മാനസികമായും ഞാൻ അനുഭവിച്ച ആ വിഷമങ്ങളിൽ നിന്ന് വളരെയധികം ഉൾവലിഞ്ഞ് ഒരു ഡിപ്രഷൻ്റെ അവസ്ഥയിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെയുള്ളൊരവസ്ഥയിൽ നിന്നും ഒരു തിരിച്ചു വരവ് എനിക്കുണ്ടായത് ഈ എഴുത്തിൻ്റെ വഴികളിലൂടെ നടക്കാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പം ഇനിയും അങ്ങനെ ഒരു എഴുത്തിൻ്റെ വഴിയിൽ കൂടെ പോകാൻ കഴിയണേ എന്നുള്ളൊരു പ്രാർത്ഥന എനിക്കുള്ളൂ. എല്ലാവരുടെയും പ്രോത്സാഹനവും പ്രചോദനവും ഇനിയും എനിക്കുണ്ടാകുമെന്ന വിശ്വാസത്തോടെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്തേ. നന്ദി, നമസ്കാരം.